ഹലോ ഹലോ അബി ബ്രോ, ഹലോ. ഇതാരാണ് ഈ രാത്രിക്ക് ഇവിടെ വന്ന് നിൽക്കണേ? രണ്ട് വണ്ടി ആൾക്കാർ എന്നിട്ട് രാത്രി ഇവിടെ വന്ന് നിൽക്കുന്നേ? എൻ്റെ പൊണ്ണും അടുത്ത് എന്തോ വലിയ സീനാണെന്ന് തോന്നുന്നു. ആ മാസ്ക് വല്ല വള്ളിയും പിടിച്ചോണ്ട് വരുന്നതാണോ ആവോ? എന്തായാലും താഴോട്ട് ഇറങ്ങി പോയി നോക്കാം. ഹലോ ബ്രോ, ഇവിടെ ഒന്നും ഇല്ലേ? ഹലോ. ഞാൻ വരുവാ ഞാൻ ഇവിടെ കടക്കാൻ വേണ്ടി നോക്കുമായിരുന്നു. ഇതാരാണ്? എവിടെയോ കണ്ട് നല്ല പരിചയമുണ്ടല്ലോ. ഇത് നമ്മുടെ ക്രൂയിസർ അല്ലേ? എന്താ ബ്രോ രാത്രിക്ക് വന്നേ? ബ്രോ, എനിക്ക് അത്യാവശ്യമായിട്ടൊരു കാര്യം പറയാണ്ടായിരുന്നു. അപ്പോൾ നാളെ രാവിലെ ഒന്നും ആവാൻ പറ്റൂല, അതാണ് ഞാൻ രാത്രി തന്നെ വന്നത്. രാത്രി തന്നെ ഇങ്ങ് വരാണെങ്കിൽ എന്തോ അത്യാവശ്യം എന്തോ അർജൻറ്റ് കാര്യമുണ്ടല്ലോ. എന്തായാലും ബ്രോ പറഞ്ഞു നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ല കാര്യമാണെങ്കിൽ നമുക്ക് സെറ്റാക്കാം. ബ്രോ, ചെയ്യാൻ പറ്റുന്ന കാര്യമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് ടാസ്ക് ആണ്, പക്ഷേ എന്തായാലും എനിക്കിന്ന് ചെയ്തേ പറ്റുള്ളൂ. എന്തായാലും ബ്രോ അകത്തോട്ട് കയറുക. ഭയങ്കര തണുപ്പല്ലേ പുറത്ത്? ഞാനാണെങ്കിൽ ഒന്നാമതെ കടന്നുറങ്ങാൻ വേണ്ടി നോക്കുമായിരുന്നു. ബ്രോയും കയറുക. ബ്രോ, ഞാൻ കയറി വരാം, പക്ഷെ കുറച്ച് സീരിയസ് ആയിട്ടുള്ള കാര്യം കേട്ടോ. എന്തായാലും ബ്രോ അത്ര ഇതായിട്ട് തന്നെ എടുക്കണം, കാരണം അത്ര സീരിയസ് ആയിട്ടുള്ള കാര്യമാണ് എൻ്റെ ലൈഫിൽ. എന്താണെങ്കിലും ബ്രോ പറഞ്ഞ ബ്രോ. ഇതാരാണ് കൂടെ വന്നേക്കുന്നത്? എൻ്റെ ഫ്രണ്ടാണ്. ഞാൻ ആദ്യം ഹെൽപ്പ് ചെയ്യാൻ ഇവനെയാണ് വിളിച്ചത്. അപ്പോൾ പിന്നെ ഇവൻ പറഞ്ഞു അഭിബ്രോനോട് ചോദിച്ചു നോക്കുക, അഭിബ്രോ എന്തെങ്കിലും ചെയ്തു തരുമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ രണ്ടുപേരും കൂടെ നമ്മളിങ്ങ് വന്നതാ. ഓ അങ്ങനെയല്ലേ? അപ്പോൾ എന്തോ വലിയ കാര്യമായിട്ട് എന്തോ സംഭവമാണല്ലോ. രാത്രി തന്നെ നിങ്ങൾ രണ്ടും കൂടെ ഇറങ്ങണമെങ്കിൽ എന്തായാലും കാര്യം പറ ബ്രോ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു കൊച്ചിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ അവളുടെ കല്യാണമാണ് ഈ വീട്ടുകാരെല്ലാം ഉറപ്പിച്ചേക്കാണ്. അതുകൊണ്ട് ഞാൻ ഇന്ന് എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ അവളെ പിന്നെ വേറെ ആരെങ്കിലും കെട്ടിക്കൊണ്ട് പോകും. എനിക്കാണെങ്കിൽ അത് കണ്ടു നിൽക്കാൻ പോലും പറ്റില്ല, കാരണം എനിക്ക് അവളെ അത്രയ്ക്ക് ഇഷ്ടമാണ്. അപ്പോൾ ബ്രോ എന്നെ എന്തെങ്കിലും ചെയ്ത് ഹെൽപ്പ് ചെയ്യണം. ബ്രോ ഇത് കുറച്ച് ടാസ്ക് ഉള്ള കാര്യമാണല്ലോ. ഈ രാത്രിയൊക്കെ ഒരു പെണ്ണിനെയൊക്കെ അടിച്ചുകൊണ്ട് പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ച് ടാസ്ക്കാണ്. പക്ഷെ നമുക്ക് എന്തായാലും സെറ്റാക്കാം ബ്രോ, ടെൻഷൻ ആവണ്ട. ബ്രോ എന്തായാലും വാ. ബ്രോ, ഞാൻ വിളിച്ചു കഴിഞ്ഞാൽ അവൾ ഇറങ്ങി വരും, അതുകൊണ്ട് പേടിക്കാനൊന്നുമില്ല. നമ്മളെങ്ങനെയാലും അവിടെ ചെന്നിട്ട് അവളെ വിളിച്ചിറക്കിയാൽ മതി. അന്നേ ഒരു കാര്യം ചെയ്യാം, ഞാൻ മാസ്കിനെ കൂടെ ഒന്ന് വിളിച്ച് നോക്കട്ടെ. മാസ്കിനെ വിളിച്ചിട്ട് ഏതെങ്കിലും ഒരു വണ്ടി സെറ്റ് ചെയ്യാൻ വേണ്ടി പറയാം, നമുക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. നമ്മുടെ കാർ എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ കുറച്ച് സീനായിരിക്കും. അതുകൊണ്ട് ബ്രോ എന്തായാലും ബ്രോയിൻ്റെ കാർ എടുത്തോ. ഹലോ ബ്രോ, കേൾക്കാവോ? കേൾക്കാം ബ്രോ, പറഞ്ഞോ. പിന്നെ നമ്മൾ എങ്ങോട്ടാ പോകേണ്ടത് ഇവിടുന്ന്? ബ്രോ, അതിവിടെ അടുത്ത് തന്നെ നമ്മുടെ സിറ്റിയുള്ള ഒരു ഫ്ലാറ്റ് ഉണ്ടല്ലോ, അവിടെയാണ് അവൾ താമസിക്കുന്നത്. എന്തായാലും അവിടെ ചെന്നിട്ട് നമുക്ക് അവളെ വിളിച്ചിട്ട് ഇറക്കിക്കൊണ്ട് വരാം. അപ്പോൾ ബ്രോ അപ്പം തന്നെ മാസ്കിനെ ഒന്ന് വിളിച്ച് സെറ്റാക്കിയാൽ മതി. അതെല്ലാം ഞാൻ സെറ്റാക്കാം, പക്ഷെ ഇറക്കിക്കൊണ്ട് വന്നിട്ട് നമ്മൾ എങ്ങോട്ടാ കൊണ്ടുപോകുന്നത്? അത് ബ്രോ എനിക്കറിയത്തില്ല, എൻ്റെ വീട്ടിലോട്ടൊന്നും കൊണ്ടുപോകാൻ പറ്റൂല്ലോ. അതിപ്പോൾ എന്താ ചെയ്യോ ബ്രോ? അതെന്തേലും ചെയ്യാം നമുക്ക്. എന്തായാലും നമുക്ക് അവിടെ പോയിട്ട് ഇറക്കിക്കൊണ്ട് വരാം. എന്തായാലും മാസ്കിനെ ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ കേട്ടോ. ബ്രോ, എന്നാൽ പിന്നെ മാസ്കിനെ ഒന്ന് വിളിച്ചു നോക്ക്. പാതിരാത്രിക്ക് കളിക്കുന്ന മര്യാദയ്ക്ക് വർക്കൗട്ട് ചെയ്യാനും പറ്റുന്നില്ല. ഹലോ മാസ്കേ, നീ എവിടെയാടാ? ഞാൻ വീട്ടിലല്ല, രാത്രി എവിടെ പോവാനാ? എടാ ഞാൻ വിളിച്ചത് ഒരു കാര്യം പറയാനായിരുന്നു. നീ ഇപ്പൊ തിരക്കാണോ? തിരക്കാണോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് തിരക്കാണോ, എന്നാലും പറഞ്ഞോ. എടാ സംഭവം ഒരു ഒളിച്ചാട്ടോ കേട്ടോ. അപ്പൊ അതിനൊരു വണ്ടി വേണ്ട വരും. അപ്പൊ ആ ഒരു വണ്ടി എടുത്തോണ്ട് നീ വരൂലേ? എന്തിനാ വിളിച്ചോട്ടോ? അണ്ണനിപ്പോ ഏത് പെണ്ണിനെ കൊണ്ട് വിളിച്ചോളാൻ പോകുന്നീ? എടാ ഞാനല്ലടാ, നമ്മുടെ ക്രൂയിസർ ഉണ്ടല്ലോ അവനായിരുന്നു. അപ്പൊ അതിനൊരു വണ്ടി സെറ്റ് ആക്കേണ്ടി വരും. ഞാൻ പിന്നെ നിന്നെ വിളിക്കാന്ന് പറഞ്ഞായിരുന്നു. എന്നാ ഞാൻ വണ്ടി എടുത്തോണ്ട് വന്നോളാം. നിങ്ങൾ കറക്റ്റ് സ്ഥലത്തൊക്കെ എത്തുമ്പോ കറക്റ്റ് ടൈമൊക്കെ ആകുമ്പോ പറയാട്ടോ. ഞാൻ ഒരു വണ്ടി സെറ്റാക്കാൻ പറ്റുമോ നോക്കട്ടെ. ആടാ എന്നാ ഓക്കെ. ഞാൻ ഈ രാത്രിക്ക് ഏത് വണ്ടി എടുത്തിട്ട് പോകാനാണാവോ? എന്തായാലും അണ്ണനോട് ഏറ്റവും പോയി. ഇനിയിപ്പോ പോയില്ലെങ്കിൽ അണ്ണൻ്റെ അടുത്ത് തെറിയും കേൾക്കും. അതുകൊണ്ട് ഏതെങ്കിലും ഒരു വണ്ടി എടുത്തിട്ട് പോവാ എന്തായാലും. ബ്രോ നമ്മൾ ഏതാണ്ട് ലൊക്കേഷനൊക്കെ എത്താറായി കേട്ടാ. ബ്രോ ഒന്ന് വിളിച്ചൊന്ന് സെറ്റാക്കി നിർത്തിയേക്ക് എന്തായാലും. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, ഇനിയിപ്പോൾ അവിടെ വരുമ്പോൾ ഞാൻ വിളിക്കാനാണ് പറഞ്ഞത്. നേരെ ഇറങ്ങി വരാനാ പറഞ്ഞത്. അപ്പോൾ സെറ്റായിട്ട് നിൽക്കുന്നുണ്ടാവും എന്തായാലും. എന്നാൽ പിന്നെ പോയി നോക്കാം. ഇവിടെ വല്ല ആൾക്കാരെങ്ങാനും ഉണ്ടോയെന്ന് നോക്കട്ടെ. ഞാൻ നൈസായിട്ട് പോട്ടെ. ഇവിടെ നോക്കിയിട്ട് ആരെയും കാണുന്നൊന്നുമില്ല. ഇവിടെ കുറച്ച് വണ്ടിയെല്ലാം കിടക്കുന്നുണ്ടല്ലോ ബ്രോ. ഇതാണ്ട് ആരോ ഇവിടെ നിൽക്കുന്നുണ്ട്. ഇത് ചിലപ്പോൾ ഇച്ചിരി സീനാവാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അതുകൊണ്ട് ആരോ പോകുന്ന അതിലെ. ബ്രോ, അത് അവളുടെ അനിയനാണ്, അത് സീനൊന്നുമില്ല. അവനെല്ലാം അറിയാവുന്നതാണ്. അവൻ നൈസായിട്ട് അവിടെ ഇറങ്ങി നിൽക്കുന്നത്. നേരത്തെ പറഞ്ഞായിരുന്നു. അവളുടെ അച്ഛനെ അമ്മേനെ മാത്രം പേടിച്ചാൽ മതി. അനിയനൊക്കെ സപ്പോർട്ടാണ്. എന്നാൽ പിന്നെ എന്നെ ആലോചിക്കാനുള്ള. ഞാനാണെങ്കിൽ നിക്കറിട്ടുണ്ടാവുന്നത്. എനിക്കാണൊരു ചടപ്പ്. എന്തായാലും ബ്രോ എന്നാൽ പിന്നെ ആദ്യം ഇറങ്ങി അങ്ങ് നടന്നു. ബ്രോ വേണമെങ്കിൽ ഒരു പാൻറ് ഇട്ടിട്ട് വന്നാൽ മതിയായിരുന്നു. പിന്നെ സമയം കളയണ്ടല്ലോ എന്ന് ഓർത്ത് വേഗം വന്നേരിക്കില്ലേ. എന്തായാലും ഞാൻ കുറച്ച് അപ്പുറത്തോട്ട് പോയിട്ട് നമുക്ക് ആ ഫ്രണ്ടിൽ പോയിട്ട് അവളെ വിളിക്കാം. എന്നാൽ വല്ല വായോ. നമ്മളിവിടെ അങ്ങനെ വന്നെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ മൊത്തം സീനാവും. നമുക്ക് പോയിട്ട് അവളെ വിളിച്ചിട്ട് അവളോട് നല്ല ഇറങ്ങാൻ പറഞ്ഞിട്ട് മാസ്കിനെ അങ്ങ് വിളിക്കാം. അല്ല ബ്രോ, നമ്മളിപ്പോൾ അവളെയും കൊണ്ട് മാസ്കിൻ്റെ കൂടെ വണ്ടിക്കകത്ത് കയറി പോയി കഴിഞ്ഞാൽ നമ്മുടെ കാറിൽ ഇവിടെ കിടക്കുന്ന സീനാവാൻ ചാൻസ് ഇല്ലേ? അതിപ്പോൾ എന്ത് ചെയ്യുക? അതൊക്കെ ഞാൻ പയ്യന്മാരെ സെറ്റാക്കിയിട്ടുണ്ട് ബ്രോ. നമ്മളങ്ങ് പോയി കഴിയുമ്പോൾ തന്നെ കാറൊക്കെ എടുത്ത് മാറ്റിക്കോളൂ. അതൊന്നും സീനില്ല. ബ്രോ എന്തായാലും എല്ലാം അവിടെ ചെന്നിട്ടൊന്ന് വിളിച്ചു നോക്ക്. മേളിലൊന്നും ഞാൻ നോക്കിയിട്ട് ആരും കാണുന്നൊന്നുമില്ല. എല്ലാവരും കടന്ന് ഉറങ്ങുമെന്ന് തോന്നുന്നു. ഒരു മിനിറ്റ്, ഞാനെന്നാൽ പിന്നെ ഇവിടെ വന്നിട്ടൊന്നും എല്ലാം വിളിച്ചു നോക്കട്ടെ. ഹലോ ഹലോ എടി, നമ്മൾ താഴെ ഉണ്ട്. നീ മെല്ലെ താഴോട്ടിറങ്ങിയാ. എന്നാ കോള് വെച്ചോ, ഞാനങ്ങ് വന്നേക്കാം. നിങ്ങൾ രണ്ടുപേരും കൂടെ വേഗം പോയിട്ട് ആ കാറിൽ കയറിയിരുന്നു. ഞാൻ അപ്പോൾ തന്നെ മാസ്കിനെ വിളിക്കാം. ഓക്കെ, എല്ലാം പെട്ടെന്നായിരിക്കണേ. അവർ വീട്ടുകാരിപ്പോൾ വരാൻ ചാൻസ് ഉണ്ട്, അതാണ്. രാത്രി നമ്മുടെ പെണ്ണിനെ കൊണ്ട് പോകാൻ അങ്ങോട്ട് വന്നാൽ അടിച്ച് ശരിയാക്കൂടാ. അല്ല നമ്മളങ്ങനെ പെണ്ണിനെ അടിച്ചുകൊണ്ട് പോകാൻ നോക്കുന്നൊന്നുമല്ല. ഇതൊരു സ്കൂളിൽ നിന്ന് ടൂറ് പറഞ്ഞിട്ടില്ലായിരുന്നോ?
വീട്ടിൽ പറഞ്ഞിട്ടില്ലായിരുന്നു ടൂറിൻ്റെ കാര്യമൊന്നും. ആ ടൂറിന്റെ കാര്യം പറഞ്ഞായിരുന്നു, അത് പൈസ എല്ലാം കൊടുത്തായിരുന്നല്ലോ ഞാൻ. ആ ടൂറ് നമ്മൾ ഇന്നാണ് പോണത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇവിടെ നിന്ന് പോകാമെന്ന് വിചാരിച്ച് നേരെ ഇങ്ങോട്ട് വന്നേ. നമ്മുടെ ബസ് ഇപ്പോൾ വരും, അത് കഴിഞ്ഞിട്ട് നമ്മൾ ബസ്സിൽ കയറി അങ്ങ് പോവുമായിരുന്നു ഇവിടെ നിന്ന്. ഓ എന്നാ പിന്നെ പറഞ്ഞിട്ടങ്ങ് പോയപ്പോൾ എന്തിനാണ് ആരും കാണാതെ അങ്ങ് ഇറങ്ങി പോണത്? പിന്നെ വേറെ പിള്ളേരൊന്നും ഇല്ല ടൂർ പോകുമ്പോൾ? അല്ല വേറെ പിള്ളേരൊന്നും ഈ സിറ്റി വെള്ളമൊന്നും ഇല്ല, അതാണ് വേറെ ആരും കാണാത്തത്. അപ്പോൾ ഫസ്റ്റ് ഇവിടെ നിന്ന് ട്രിപ്പ് കൊടുത്ത് നേരെ അങ്ങ് പോയാൽ മതിയല്ലോ. അങ്ങനെ നേരെ ഇങ്ങോട്ട് വന്നേ. നമ്മുടെ ബസ് ഇപ്പോൾ വരും. ഞാനൊന്ന് നമ്മുടെ ബസ് ഒന്ന് വിളിച്ച് നോക്കട്ടെ കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മോളോട് ചോദിച്ച് നോക്കിയാൽ മതി. ഞാൻ എന്തായാലും ഒന്ന് ബസ്സുകാരെ വിളിച്ച് നോക്കട്ടെ. ഈ മാസ്ക് ഇത് എവിടെ പോയി കിടക്കുവാണോ? ഒരു കാര്യത്തിന് വിളിച്ച് അവനെ കാണുമില്ല. അവൻ കോൾ എടുക്കുന്നില്ല. മിക്കവാറും ഇപ്പോൾ വരുമെന്ന് തോന്നുന്നു. അയ്യോ ഇതിന് അമ്മയല്ലേ പുറകെ കൂടെ വരുന്നത്. ഓ ഒന്നും ചോദിച്ചില്ലേ, വീട്ടിലോട്ട് കയറി പോയെന്ന് തോന്നുന്നു. വെറുതെ ടൂറിന്നൊക്കെ എടുത്ത് കൈ നിട്ടതാ. എന്നാൽ ഇപ്പോൾ ഇല്ലാത്തതായിരുന്നെങ്കിൽ ഇപ്പോൾ പണി വാളിയാൻ ഇവിടെ. ബ്രോ പിന്നെ കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ആക്കുക കേട്ടോ. ഇവർ വീട്ടുകാരെ എല്ലാം പറഞ്ഞ് കൺവിൻസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവർക്കൊന്നും മനസ്സിലായിട്ടൊന്നുമില്ല. അപ്പോൾ അവരെല്ലാത്തോട്ട് കയറി പോയെന്ന് തോന്നുന്നു. മാസ്ക് ഇപ്പോൾ ബസ്സും കൊണ്ട് വരും. അപ്പോൾ കുറച്ച് നേരം ഇവിടെ ഒന്ന് വെയിറ്റ് ആക്കേ. ആ ബ്രോ, ഞാൻ വിചാരിച്ചത് പെട്ടെന്ന് കേട്ടോ. എനിക്കാണൊന്നും പറയാനും കിട്ടുന്നില്ല ബ്രോ. എങ്ങനെ ബ്രോ അങ്ങനെയൊക്കെ പറഞ്ഞു നിൽക്കുന്നേ? അല്ല ഞാനിപ്പോൾ ടൂറിൻ്റെ സീസണൊക്കെ ആണല്ലോ, അപ്പോൾ ഇവർക്കും ടൂറൊക്കെ ഉണ്ടാവില്ല. അതുകൊണ്ട് പെട്ടെന്ന് അങ്ങനെ എടുത്ത് കയ്യത്തെ കിട്ടുക ഉള്ള കാര്യമായതുകൊണ്ട് രക്ഷപ്പെട്ട്. ഞാൻ ഒന്നുകൂടെ മാസ്കിനെ വിളിച്ച് നോക്കട്ടെ കേട്ടോ, വരുമോ എന്ന്. A few moments later. ബ്രോ വേഗം കയറിക്കോ, ബസ് വന്നിട്ടുണ്ട്. അതാണ്ട് അവൻ്റെ വീട്ടുകാരെല്ലാം അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. മെല്ലെ കയറണേ. ആ നിങ്ങളാണോ പെണ്ണിന്റെ വീട്ടുകാര്? കൊള്ളാലോ, നമ്മള് പെണ്ണിനെ കൊണ്ടുപോകാം കേട്ടോ. പിന്നെ കൊണ്ടുപോകാൻ എന്നാണ് നീ പറയുന്നത്? അല്ല അവൻ ടൂറിന് കൊണ്ടുപോകാണല്ലോ, അതാണ് അവൻ ഉദ്ദേശിച്ചത്. അപ്പോൾ നമ്മൾ നേരെ ഫോട്ടോ കേട്ടോ. എന്നാൽ വരുമ്പോൾ കാണാമെന്നാ. എടാ മാസ്ക് വന്നിട്ട് വണ്ടി എടുക്കടാ. നീ എന്നെ അവിടെ നിൽക്കുന്നത്, കയറുക. എടാ നിന്ന് ഡാൻസ് കളിക്കാതെ ബസ്സിൽ കയറടാ. ഇവൻ ഇന്ന് ഇത് കുളവാക്കും. ആ വന്നാ രക്ഷപ്പെട്ട്. അപ്പോൾ എന്തായാലും മെല്ലെ പോട്ടെ അങ്ങോട്ട്. ഈ വെളിവില്ലാത്തവനെ കൊണ്ട് ഇറങ്ങി എന്നെ പറഞ്ഞാൽ മതി. എന്നാ അങ്ങോട്ട് ഫുള്ള് മ്യാസാക്കില്ലേ? അതായത് പെണ്ണിന്റെ അനിയനാണ്. അനിയൻ വൈവാട്ടാ. അച്ഛന്റെ കൂടെ ഡാൻസ് കളിക്കാതെ നടത്താൻ വന്നേ. അച്ഛൻ പക്ഷെ കയറിപ്പോയി. എന്റെ ഐബ്രോ, ഈ മാസ്കിനൊരു പേടിയില്ലേ? തലയ്ക്കകത്ത് ഇച്ചിരിയെങ്കിലും ബുദ്ധി ഉണ്ടെങ്കിലല്ലേ ബ്രോ പേടി ഉണ്ടാവുള്ളൂ. അത് ഇവനില്ലല്ലോ. എടാ നമ്മൾ ടൂറൊന്നും പോവുമല്ല, ഒരു പെണ്ണിനെ കൊണ്ട് ഒളിച്ചോടുന്നയാളാ. നീ ഒന്ന് മര്യാദയ്ക്ക് എങ്ങോട്ടേലും പോകുന്നു. നമ്മുടെ ഈ സിറ്റി വണ്ടിയിൽ ഒരാളെ എടുക്കാനില്ലേ ബ്രോ? ആ നേരെയാണെന്ന് ഫ്ലാറ്റ് ആളും കൂടെ ഉണ്ട്. ആളും കൂടെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സിറ്റി വണ്ണ് ഫുള്ള് കംപ്ലീറ്റ് ആവും. പിന്നെ ഇനി അങ്ങോട്ട് പോകുന്ന വഴിക്ക് കുറച്ച് പിള്ളേരും കൂടെ ഉണ്ടെന്ന് കേട്ടെ. ആ ഓക്കെ ഞാൻ ഇവിടെ നോക്കട്ടെ. ഇവിടെ ഇറങ്ങി നിൽക്കുന്നൊന്നും ഇല്ലോ. ഒരു സ്ഥലത്ത് ടൂർ പോകുന്നതാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിള്ളേരെ കൊണ്ട് ഇറങ്ങി നിൽക്കണ്ടേ? ഇവിടെ ഒരു ഒറ്റ ആളെ പോലും കാണുന്നില്ലല്ലോ. ഞാൻ എന്തായാലും പുറത്തിറങ്ങി പോയി നോക്കട്ടെ. ഇതിൻ്റെ അകത്തിരുന്ന് ഹോൺ അടിച്ചിട്ട് പോലും ആരെയും കാണുന്നില്ല. ഒരു കൃത്യനിഷ്ഠത വേണ്ടേ? അതായത് ബസ് അങ്ങോട്ട് പോണേ. കൊള്ളാലോ. നമ്മളല്ലാതെ വേറെ ഏതോ പാക്കേജും കൂടെ പോകുന്നുണ്ട് നാട്ടിൽ പോകുന്നത്. പുറകെ വേറെ കാറൊക്കെ പോകുന്നുണ്ടല്ലോ. അതെ, നിങ്ങൾ ആരായിരുന്നു? ഞാൻ ആരാന്നോ? അതവിടെ എന്താ ചോദിക്കുന്നത്? ആ ഇവിടെ ഉണ്ടായിരുന്ന നിങ്ങളുടെ മോളില്ലേ ടൂറിന് പേരൊക്കെ തന്നിട്ട് പിന്നെ നമ്മളിവിടെ ഒന്ന് കൂട്ടാൻ വന്നപ്പോൾ നമ്മളാരാന്നു? ടൂറിനാ? അപ്പൊ നേരത്തെ അല്ലേ മോള് ഒരു ബസ്സിന് ഒരു ടൂറിനാന്ന് പറഞ്ഞു പോകുന്നുണ്ടത്? അതപ്പോ ഏതായിരുന്നു? ആ ഇപ്പൊ അങ്ങോട്ട് ബസ് പോകുന്നുണ്ടായിരുന്നു. അതാണോ? അത് നിങ്ങളെന്നാരോ പറ്റിച്ചേട്ടാ. നിങ്ങളെ പെണ്ണിനെ കൊണ്ട് ആരാ പോന്നേ? അത് വേഗം ചെന്ന് ഫോളോ ചെയ്താൽ ഇപ്പൊ കിട്ടും. ഇപ്പൊ സിറ്റി വിട്ടിട്ടുണ്ടാവും എന്തായാലും. അങ്ങനെ വരാൻ വഴിയൊന്നും ഉണ്ടാവില്ല. നിങ്ങളല്ലേ നമ്മളെ പറ്റിക്കാൻ വരുന്നേ. അത് ടൂറിന്റെ ആൾക്കാർ തന്നെ ആയിരുന്നു. ഇതാണോ ടൂറിന്റെ വണ്ടി? എനിക്കൊന്നും മനസ്സിലാവുന്നുമില്ലോ. എന്തായാലും വേഗം വന്ന് കാറിൽ കയറുമ്പോ നമുക്ക് കൊണ്ട് തപ്പാം. ഇത് ഏതാവനാണ് ഇത്? കുറെ വെളിവില്ലാത്ത ടീമുകൾ വന്നേക്കും വെറുതെ നമ്മളെ സമയം കൂടെ കളയാൻ. നമുക്കെന്നാ പിന്നെ പോവാലേ? ഇവരുടെ പിള്ളേരെ പോട്ടെ, അല്ലാതെ ഇപ്പം ഞാൻ എന്നാ പറയാൻ? ഇതൊക്കെ നോക്കിയിട്ടൊക്കെ വേണ്ടേ വിടാൻ? ഏതെങ്കിലും ബസ് വന്നു കഴിഞ്ഞിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പോവാണ്. എന്തായാലും പോയി തപ്പട്ടെ. ഇവരെയൊക്കെ എന്നാ പറയാനാണോ? എന്നാലും പെണ്ണിന്റെ വീട്ടുകാർ വെറും മോഴന്മാരാട്ടാ. എന്ത് ടീംസാണത്? ആരെങ്കിലും വന്നിട്ട് ടൂറിനാണെന്ന് പറഞ്ഞിട്ട് ബസ് കൊണ്ട് വന്നു കഴിഞ്ഞാൽ മോളെ ഇറക്കി വിടുവാണോ? ഇത്ര വെളിവില്ലാത്ത ടീമിന് ഞാൻ അവിടെ എങ്ങനെ കിട്ടും? എടാ നമ്മുടെ എന്തോ ഭാഗ്യം. ഇപ്പൊ ശരിക്കും പറഞ്ഞ പോലെ ടൂറിന്റെ ആൾക്കാർ ഇന്നെങ്ങാനും ആണോ വരുന്നേ? ആ അവരിന്ന് തന്നെ വരുന്നേ. അയ്യോ അത് ഞാനും മറന്നുപോയി. എന്നാൽ പിന്നെ പെട്ടെന്ന് നമുക്ക് എങ്ങോട്ടെങ്കിലും പോകേണ്ടി വരും കേട്ടോ. ഇപ്പൊ അവര് വന്നു കഴിഞ്ഞാൽ വീട്ടുകാർക്ക് ഇപ്പൊ മനസ്സിലാവും. അടിപൊളി. എന്നാ പിന്നെ സീനായി മാസ്ക്. നീ നേരെ ബസ് എടുത്തിട്ട് എങ്ങോട്ടേലും കയറിക്കാം. തന്നെ മാസ്ക് ഇല്ലേ ഇവിടെ? ഡ്രൈവർ ഇവിടെ അതിനകത്ത്? എന്നാ ഞാൻ കുറച്ച് കാറ്റ് കൊള്ളാൻ വേണ്ടി ഫ്രണ്ടിലെ ഗ്രില്ലിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ടാ വണ്ടി ഓടിക്കണം. എന്നാ അത് സീനൊന്നും ആക്കണ്ട. നമുക്ക് പെട്ടെന്ന് നമ്മുടെ സുഗുണന്റെ വർക്ക്ഷോപ്പിലോട്ട് കയറ്റി ഇവരെ അങ്ങ് സേഫായിട്ട് എത്തിച്ചാൽ പോരെ. സുഗുണന്റെ വർക്ക്ഷോപ്പിൽ അങ്ങനെ അങ്ങനെ. എടാ അത് സുഗുണ അറിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ സീനാവൂലേ? എന്ത് സീനെണ്ണാ? സുഗുണനൊക്കെ നമ്മളെ ആളാണ്. നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ മതി, അണ്ണെല്ലാം മനസ്സിലായിക്കോളും. അണ്ണ എന്തായാലും നേരെ കൊണ്ടുപോയിട്ട് ഇവരെ അവിടെ സേഫായിട്ട് എത്തിക്കും. അല്ല ഞാനാണല്ലോ അല്ലേ വണ്ടി ഓടിക്കാൻ. എന്തായാലും നേരെ അങ്ങോട്ടേക്ക് പോവാം നമുക്ക്. എടാ അല്ലേ ഒരു കാര്യം ചെയ്യും, ഇങ്ങനെ തന്നെ പോയി കഴിഞ്ഞാൽ നമ്മളെന്തായാലും പൊക്കും. കാരണം ഈ ബസ് അവർ നോക്കി വെച്ചിട്ടുണ്ടല്ലോ. നമുക്ക് ഏതെങ്കിലും കാർ എടുത്തിട്ട് പോവാം പോകുന്ന വഴിക്ക്. എന്നാൽ ഞാൻ ബസ്സും കൊണ്ട് വേറെ വഴിക്ക് പോക്കോളാം. നിങ്ങൾ നേരെ കാറും എടുത്തിട്ട് പോക്കോ. അല്ലാതെ ഈ ബസ്സും കൊണ്ട് തന്നെ ഫ്രണ്ടിലോട്ട് പോയി കഴിഞ്ഞാൽ ശരിയാവുക. എന്നാൽ നീ ഇവിടെ എവിടെയെല്ലാമായിട്ട് നിർത്തി ഏതെങ്കിലും കാർ എടുത്തിട്ട് നമുക്ക് പോവാം. One eternity later. ഇനി പേടിക്കാനൊന്നുമില്ല. ട്രോപ്പിക്ക് കയറി ഇനി നേരെ സുഗുണന്റെ വർക്ക്ഷോപ്പിലോട്ട് കൂടെ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ ആരും ഇനി കണ്ടുപിടിക്കാനൊന്നും പോകുന്നില്ല.
പിന്നെ നിങ്ങൾ ഇവിടെ തന്നെ നിൽക്കണ്ട കേട്ടോ, രാവിലെ അല്ലെങ്കിൽ ഇപ്പം തന്നെ എങ്ങോട്ടേലും മാറിക്കോ. അല്ലേ വേണ്ട, ഇന്നൊരു നൈറ്റ് ഇവിടെ നിന്നോ. നൈറ്റ് ഇനിയിപ്പോൾ വേറെ വല്ല സ്ഥലത്തോട്ടും പോകുന്ന അത്ര സേഫായിട്ടുള്ള കാര്യമല്ല. അവിടെ ഏത് വഴിയും വന്നിട്ട് നിങ്ങളെ പിടിച്ചു കഴിഞ്ഞാൽ നല്ല സീനായിരിക്കും ഇനി. അതുകൊണ്ട് നമുക്ക് ഇവിടെ തന്നെ നിൽക്കാം, രാവിലെയൊക്കെ ആകുമ്പോഴത്തേക്കും എന്തെങ്കിലും ചെയ്യാം ഞാൻ. ഓ അണ്ണാ എന്തായാലും ഒരുപാട് സന്തോഷം കേട്ടോ. ഞാൻ എന്നാലും പ്രതീക്ഷിച്ചില്ല അണ്ണ ഇതുപോലെ എൻ്റെ കൂടെ നിൽക്കൂത്. എന്തായാലും ഒരുപാട് സന്തോഷം, നമ്മളിവിടെ മര്യാദയ്ക്ക് സേഫായിട്ട് ഇവിടെ എത്തിച്ചല്ലോ. നിങ്ങളെന്തായാലും നേരെ കാറിൽ നിന്ന് ഇറങ്ങി, എന്നിട്ട് നമ്മുടെ സുഖവണ്ണൻ്റെ ആ ഒരു 2ാമത്തെ നിലയിൽ കയറി നിൽക്കുക. സുഖവണ്ണൻ നിൽക്കുന്നിടത്ത് ഇവിടെ താഴത്തൊന്നും നിൽക്കണ്ട. ഈ കാറ് പിന്നെ അവിടെ എന്തായാലും പിടിക്കാനൊന്നും വരില്ല. അതിപ്പോൾ ഒരുത്തം കൊണ്ട് തന്നെയായതുകൊണ്ട് സീനൊന്നും ഉണ്ടാവില്ല. എന്തായാലും അവൻ വിളിച്ചപ്പോൾ ആ കാറും കൊണ്ട് വന്നത് നന്നായിട്ടാ. അതാരാണ് അവിടെ നിന്ന് വരുന്നത്? ബ്രോ നമുക്ക് പണി കിട്ടിയോ ബ്രോ? ആരോ ബസ്സും കൊണ്ട് വരുന്നുണ്ട്. എന്തായാലും മേഘം മേളിലോട്ട് കയറിക്കും, ഇവിടെ നിൽക്കണ്ട. നമ്മളെ കണ്ടിട്ടില്ലെന്ന് തോന്നുന്നു, പക്ഷെ നമ്മളെ കാറ് കാണാൻ ചാൻസ് ഉണ്ട്. വേറെ അല്ലാന്ന് വിചാരിച്ചോളും, വേമ്പാ. ഇതേതാണ് ബസ്സുകാരെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇവരിന് മുമ്പ് കണ്ടിട്ടുമില്ല. ഇതിലെ വല്ല ആരെങ്കിലും വല്ല ടൂറ് പോകുന്നതായിരിക്കും അല്ലേ? അതാ വഴി കൂടെ ആരെങ്കിലും പോകുന്നതായിരിക്കും. പിന്നെ നമ്മുടെ ഈ സുഖവണ്ണൻ്റെ ഇത് കുറച്ച് ഫേമസ് ആയിട്ടുള്ള സ്ഥലമാണല്ലോ, അതുകൊണ്ട് വല്ല എന്തെങ്കിലും വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ നോക്കുന്നതായിരിക്കും. അവരെ കാണുന്നൊന്നുമില്ല, ഒരു പോയെന്ന് തോന്നുന്നല്ലേ. എന്തായാലും നിങ്ങൾ നൈറ്റ് ഇവിടെ നിൽക്കുക കേട്ടോ, വേറെ സീനൊന്നും ഇല്ലെന്ന് തോന്നുന്നു. ഇതാണ്ട് അവരവിടെ കൊണ്ടോട്ട് നിർത്തിയിട്ടുണ്ടല്ലോ. ആരോ നടന്നിങ്ങ് വരുന്നുണ്ട്. സീനൊന്നും ഉണ്ടാവില്ല, സുഖവണ്ണനെ നോക്കി വരുന്നതായിരിക്കും. എന്തായാലും താഴോട്ട് പോയിട്ട് ഞാൻ നോക്കിക്കോളും. നിങ്ങൾ എന്തായാലും താഴോട്ട് ഇറങ്ങി വരണ്ട കേട്ടോ, ഞാൻ നോക്കിക്കോളാം. ഇത് എടാ ഇവന്മാർ ഓടിച്ചാടി ഇങ്ങോട്ടേക്കാണല്ലോ വരുന്നത്. ഇത് മറ്റേ ഇവളുടെ അനിയനല്ലേ? ഇത് ഇവളുടെ അനിയനാടാ. സീനൊന്നും ഇല്ലെന്ന് തോന്നുന്നില്ലേ? അവനെങ്ങനെ നമ്മളെ കണ്ടത്? അവൻ നമ്മൾ വരുന്നവെല്ലാം കണ്ടു കാണും, അത് കുഴപ്പമൊന്നുമില്ല. അവൻ നമ്മുടെ ഫുള്ള് സപ്പോർട്ടായിട്ട് നമ്മുടെ കൂടെ നിൽക്കുന്നത്. എന്തായാലും ഇന്നൊരു നൈറ്റ് ഇവിടെ നിൽക്കും, നാളെ രാവിലെ പോവാം. ഇതാണ്ട ഇവരിവിടെ കയറി വന്നിട്ടുണ്ടല്ലോ. അങ്ങനെ ഒരു ഒളിച്ചോട്ടം കഴിഞ്ഞപ്പോൾ ഭയങ്കര സമാധാനമായിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും വീട്ടിൽ പോവാം.